ഇത്തരത്തിൽ ശരി, പുലിപ്പുത്തങ്കിലും ശരി, വെച്ച ജയിക്ക്. മാധ്യമ ഇനി വാർത്ത നമുക്ക് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ പേരിൽ കേസെടുക്കുക എന്നുള്ളതല്ല കേരള പോലീസിന്റെ പണി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ജയിക്ക്, ഇനി നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ഞാൻ താങ്കളുടെ അടുത്തേക്ക് വരാം. ശ്രീ NM പിയേഴ്സൺ, ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ അടിസ്ഥാന വർഗ വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ, പാർട്ടിക്കകത്ത് പുഴുക്കുത്തുകളുണ്ടോ, ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ നിലപാടെടുത്ത് തിരുത്തലുകൾ വരുത്തണം എന്ന് കഴിഞ്ഞ ദിവസം പച്ചക്കുതിരയിലെ ലേഖനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി എഴുതിയിരുന്നു. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കോഴ ആരോപണം, PSC അംഗത്വവുമായി ബന്ധപ്പെട്ട കോഴ ആരോപണം വരുമ്പോൾ സർക്കാരിനും പാർട്ടിക്കും ഇപ്പോൾ പറയാനുള്ളത് കോഴ വാങ്ങിച്ചു എന്നതിനോ കോഴ ചോദിച്ചു എന്നതിനോ കൊടുത്തു എന്നതിനോ ഒരു പരാതിയോ തെളിവുകളോ അവശേഷിക്കുന്നില്ല. ഇത് ചില മാധ്യമങ്ങളും ചില തൽപര കക്ഷികളും ഉണ്ടാക്കുന്ന കോലാഹലമാണ്. അതിനപ്പുറത്തേക്ക് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ തയ്യാറാണ് എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറയുകയാണ്. അതോടുകൂടി ഈ പ്രശ്നം ഇല്ലാതായോ? അല്ലെങ്കിൽ CPIM-ഉം സർക്കാരും ഇപ്പോൾ പറയുന്ന ഈ ന്യായം നിലനിൽക്കുന്നതല്ലേ? അല്ല, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളിൽ അന്വേഷണം നടത്തി ആവശ്യമായിട്ട് തെളിവുകൾ ശേഖരിച്ച് അത് നിയമസഭയിൽ അവതരിക്കുക എന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ പോലീസിൽ ഹാജരാക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും പ്രതിപക്ഷം നിർവഹിക്കേണ്ടതാണ്. പക്ഷെ നമുക്കറിയാം, നമ്മുടെ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം, അത് CPM മാത്രമല്ല, കോൺഗ്രസോ BJP ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു ബിസിനസ് പ്രോസസ്സാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ വളരെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ബിമൽ മിത്രയുടെ വിലക്ക് വാങ്ങാം എന്നുള്ളത്. എന്തും വിലക്ക് വാങ്ങാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുക എന്നത് രാഷ്ട്രീയത്തിന് സംഭവിച്ചിരിക്കുന്ന വലിയ ഒരു അപജയമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു. എന്നുവെച്ചാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഏരിയ കമ്മിറ്റിയിലെ ചിലരെങ്കിലും വലിയ വ്യവസായ സംഘങ്ങളുമായിട്ട് കൂട്ടിച്ചേർന്ന് കച്ചവടത്തിന് പാർട്ടിയെയും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിന് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴാണ് പാർട്ടിക്ക് അത് വലിയ വെല്ലുവിളിയായി തീരുകയും അത് പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന പ്രക്രിയയായിട്ട് മാറിത്തീരുകയും ചെയ്യും. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരാരോപണം വെറുതെ ഉയർന്നു വന്നതാണ് എന്ന് നമുക്ക് കരുതാനായിട്ട് കഴിയില്ല. കാരണം PSC അംഗം CPM-നെ സംബന്ധിച്ചിടത്തോളം ആ PSC അംഗത്തെ അവർ നിയമിക്കുന്നത് രാഷ്ട്രീയപരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അത് തീർച്ചയായിട്ടും വിൽപ്പനയ്ക്ക് വെക്കും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് ഇത്തരം സീറ്റുകൾ നൽകുന്ന സമയത്ത് അത് വേണമെങ്കിൽ വിൽപ്പനയ്ക്ക് വെക്കാം. ആ വിൽപ്പനയ്ക്ക് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഏജൻ്റായിട്ട് വേണമെങ്കിൽ CPM-ലെ ഏരിയ കമ്മിറ്റി അംഗത്തിന് പ്രവർത്തിക്കാം. നേരത്തെ അങ്ങനെ ഒരു ആലോചന പോലും ഒരാളും ചെയ്യുമായിരുന്നില്ല. ഇന്ന് പക്ഷേ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ബിഗ് ബിസിനസ്സായി മാറുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ സോവിയറ്റ് റഷ്യ തകരുന്നൊരു ഘട്ടത്തിലെത്തിയ സമയത്ത് ഞാൻ വായിച്ചിടത്തോളം ഒരു മന്ത്രി പദം പോലും 50,000 റൂബിളിന് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാർത്തയുണ്ടായിരുന്നു. അതേപോലെ തന്നെ പാർട്ടിയുടെ റീജിയണൽ പദവികളൊക്കെ തന്നെ $1,50,000 പോലും വിൽക്കാനായിട്ട് വെക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അത് വലിയ തരത്തിൽ പാർട്ടികൾക്ക് അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് സംഭവിക്കുന്നതായിട്ടുള്ള ദുരന്തങ്ങളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. ഞാനിതൊരു പാർട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ പ്രതിപക്ഷം ഇങ്ങനെയൊക്കെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അവർ അധികാരത്തിൽ വരുമ്പോൾ ഇതിനേക്കാൾ വലിയ തരത്തിൽ കച്ചവടം നടക്കുന്ന വാർത്തകളാണ് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളത്. അത് വീണ്ടും ആവർത്തിക്കപ്പെടും. രാഷ്ട്രീയത്തിൽ അങ്ങനെ ബിസിനസ് കലർന്നുകൂടുകയും രാഷ്ട്രീയത്തിൻ്റെ പൊതുലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ്സായി മാറിത്തീരുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വളരെ വളരെ വ്യാപകമായിട്ട് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറായില്ല എങ്കിൽ ജനസമൂഹം എന്ന് പറയുന്നത് അവരെ വെറുക്കുകയും അതേപോലെ തന്നെ അവരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് ഉയർന്നു വന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം MA ബേബി പച്ചക്കുതിര എന്ന് പറയുന്ന മാസികയിൽ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാരണം എന്താണ്? ജനങ്ങളിൽ അകന്നു പോകുന്നതിനുള്ള കാരണങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. ഭരണാധികാരികൾ ജനങ്ങളെ കേൾക്കാൻ തയ്യാറാവാതിരിക്കുകയും ജനങ്ങൾക്കൊപ്പം നിൽക്കാതിരിക്കുകയും താങ്കൾ പറഞ്ഞതുപോലെ ജില്ലാ കമ്മിറ്റി മുതൽ ഇതിനകത്തുള്ള ഈ പ്രാദേശിക നേതാക്കളും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ഒക്കെ ഈ വലിയ വ്യവസായികളുടെയും ബിസിനസ് ഇടനിലക്കാരുടെയും ഒക്കെ ദല്ലാളുമാരായിട്ടൊക്കെ മാറുന്നുണ്ട് എന്നതാണ് ആക്ഷേപമെങ്കിൽ
അത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും ഒരു പാർട്ടി സംവിധാനത്തിൽ പരിശോധിക്കപ്പെടുകയും അത് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണല്ലോ CPM-നെ പോലെ ഒരു ഇടതുപക്ഷ പാർട്ടിക്ക് ഉള്ളത്. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ സ്റ്റോൾഡ് ആയിരിക്കുന്നു. മാത്രമല്ല ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടി വരുന്ന ഒരു ബാധ്യത ഈ നേതൃത്വത്തിന് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി എന്നാണോ ശ്രീ NM പിയേഴ്സൺ താങ്കളുടെ വിമർശനം? ഇപ്പോൾ എന്തുകൊണ്ട് പോലീസ് ഈ കാര്യത്തിൽ പരിശോധന നടത്തുന്നില്ല എന്നതിന് ജയ്ക്ക് ഒരു മറുപടി പറഞ്ഞു. കാരണം ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടത്തപ്പെടേണ്ടത്. എവിടെ നിന്നെങ്കിലും ഉയർന്നു വരുന്ന വിവാദത്തിൻ്റെയോ അല്ലെങ്കിൽ ആരോപണങ്ങളുടെയോ പുക കണ്ട ഉടനെ അത് അന്വേഷിക്കേണ്ട രീതിയല്ല സർക്കാരിനുള്ളത് എന്ന്. അല്ല, ഞാൻ പറയുന്നത് ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് CPM-ന് എപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസുകളിലേക്കും അതേപോലെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലേക്കും ഒക്കെ അതുവരെ പാർട്ടി പ്രവർത്തനവുമായി യാതൊരു ബന്ധമില്ലാത്തതായ കച്ചവട സംഘങ്ങൾ കടന്നു വരാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കടന്നു വരികയും അവരുടെ കടന്നുകയറ്റം എന്ന് പറയുന്ന അപ്രതിരോധ്യമായിട്ടുള്ള രീതിയിൽ മാറിത്തീരുകയും ചെയ്യുമ്പോഴാണ് അത് ഈ ബിസിനസ് സമ്പ്രദായങ്ങളിലേക്കും ബിസിനസ് ഇടപാടുകളിലേക്കും അതിൽ ചില ആളുകളെയെങ്കിലും പിറക്കിക്കൊണ്ടു പോകുന്നത്. അത് തടയേണ്ടത് പാർട്ടിയുടെ വലിയ ഉത്തരവാദിത്വമാണ്. പാർട്ടിക്ക് അത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരും. ഇപ്പം ഇവിടെ ഉയർന്നു വന്ന ആരോപണത്തിന്റെ പ്രത്യേകത എന്താണ്? 60 ലക്ഷം രൂപ അവർ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. 60 ലക്ഷത്തിന്റെ കച്ചവടം ഉറപ്പിച്ച് 22 ലക്ഷം കൊടുത്തു എന്നാണ് വാർത്തയായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യതയുണ്ട്. PSC അംഗത്തിന്റെ ഒരു മാസത്തെ ശമ്പളം 2.5 ലക്ഷം രൂപയാക്കി മാറ്റണം എന്ന് പറയുന്ന ശുപാർശ നിലവിലിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒരു വർഷം എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ് ശമ്പളമായിട്ട് കിട്ടാൻ പോകുന്നത്. 6 വർഷത്തേക്കാണ് ഈ ഒരു അംഗത്തെ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിനപ്പോൾ 1,80 ലക്ഷം രൂപയാണ് ഈ 6 വർഷം കൊണ്ട് കിട്ടാനായിട്ട് പോകുന്നത്. കച്ചവടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 60 ലക്ഷം കൊടുത്താൽ എന്താണ്, ബാക്കി 1,20 ലക്ഷം എന്ന് പറയുന്ന അവരുടെ കയ്യിൽ വരില്ലേ എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകളാണ് നമ്മുടെ സമൂഹത്തിനകത്തുള്ളത്. അപ്പം അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അവരെ അകറ്റി നിർത്തുക. അവരെ അകറ്റി നിർത്തണമെങ്കിൽ എന്ത് വേണം? ഒരു തരത്തിലും ഈ ബിസിനസ് സംവിധാനങ്ങളിലേക്ക് ഇത് പോകാൻ പാടില്ല എന്നുള്ള രാഷ്ട്രീയ കാരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രമായിട്ടുള്ള കാരണങ്ങൾ, പ്രത്യയശാസ്ത്രമായിട്ടുള്ള നിലപാടുകൾ, അതിന് ഭാഗമായിട്ടാണ് സാധാരണ ഈ PSC. എന്തിനാണ് നമുക്ക് PSC അംഗങ്ങളെന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. അവരുടെ യാത്രകൾ സർക്കാരിൻ്റെ വാഹനത്തിൽ അവരിങ്ങനെ രാജകീയമായിട്ടുള്ള രീതിയിൽ യാത്ര ചെയ്യുന്നു. അതല്ലാണ്ട് എന്ത് ഉത്തരവാദിത്തമാണ് അവർ നടത്തുന്നത്? PSC-യുടെ കാര്യം മാത്രമല്ല, കേരളത്തിലെ ഏത് തരത്തിലുള്ള ബോർഡുകൾ നമ്മൾ പരിശോധിച്ചാൽ അതൊക്കെ രാഷ്ട്രീയ നേതാക്കളെ, ഒരു പാർട്ടിയുടെ പ്രത്യേകത അല്ലത്. എല്ലാ പാർട്ടികളും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആളുകൾക്ക് പങ്കുവെക്കാനായിട്ടുള്ള സാധനങ്ങളാണ്. സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ